ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷമാക്കി ക്രോസ് വോട്ടിംഗ് ആരോപണം. LDF വോട്ട് ഏകീകരണം സാധ്യമായില്ലെന്നാണ് മുന്നണിയിലെ പ്രധാന 3 പാർട്ടികളുടെ നേതൃയോഗങ്ങളിൽ ആക്ഷേപം ഉയർന്നത്. CPM വോട്ട് കിട്ടിയില്ലെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആരോപണമുയർത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് കാലുമാറിയതെന്നാണ് CPM-ന്റെയും CPI-യുടെയും വാദം. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം CPM അണികൾ വോട്ട് ചെയ്യാതെ കാലുമാറിയതാണെന്ന് ആദ്യം ആക്ഷേപം ഉന്നയിച്ചത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന ആരോപണം ഗൗരവകരമായി ഇടതുമുന്നണിയിൽ ചർച്ചയാക്കുമെന്ന് ജോസ് കെ മാണിയും വ്യക്തമാക്കിയിരുന്നു. പാലായിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് CPM വോട്ട് ലഭിക്കാത്തത് കാരണമായി എന്ന കുറ്റപ്പെടുത്തലുണ്ടായപ്പോൾ ഇതിനെ CPM നേരിട്ടത് അതേ വാദത്തിലുള്ള പ്രതിരോധത്തിലൂടെയായിരുന്നു. CPM മത്സരിച്ച ഏറ്റുമാനൂരിലും പുതുപ്പള്ളിയിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ക്രോസ് വോട്ട് ചെയ്തു എന്നായിരുന്നു CPM കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം മുതിർന്ന നേതാക്കളുടെ ഒഴികെ വോട്ടുകൾ UDF-ലേക്ക് ഒഴുകിയെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വം, അണികൾ, ഇവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ വോട്ട് LDF-ന് ലഭിച്ചില്ലെന്ന് CPM വിലയിരുത്തി. ഇത് ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഉയരുന്നതിനും VN വാസവന്റെ കനത്ത പരാജയത്തിനും കാരണമായി. അതിരമ്പുഴ, അയർക്കുന്നം, അകലക്കുന്നം തുടങ്ങി കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്വാധീന മേഖലകളിലെല്ലാം ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് CPM ഉറപ്പിക്കുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം ക്രോസ് വോട്ടിംഗ് നടത്തിയെന്നാണ് CPI-യുടെയും വാദം. കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥികൾ പലയിടത്തും ചെറിയ വോട്ടിനാണ് തോറ്റതെന്നും LDF വോട്ടുകൾ കൃത്യമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും CPM-ഉം CPI-യും വാദിക്കുന്നു. ഇതോടെ ഇടതുമുന്നണിയിൽ പ്രധാന 3 പാർട്ടികൾ തമ്മിൽ ക്രോസ് വോട്ടിംഗിന്റെ പേരിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ എങ്ങനെ പരിഹരിക്കാനാകുമെന്നതും ഇടതുമുന്നണിയുടെ മുന്നോട്ട് പോക്കിന് നിർണായകമാകും. ജനം, കോട്ടയം.